ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹൊറർ മൂഡായിട്ടാണ്. ഹാർഡ് കോറിൽ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ് പറ്റുള്ളത്, ഷഹീം ബ്രോ എന്ന് പറയും. അപ്പോൾ ബ്രോന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇതിൽ മൊത്തത്തിൽ 4 ഹൊറർ മൂഡുണ്ട്. ഇതതിൻ്റെ കയ്യിലുള്ള ഈ സാധനം, ഈ പല്ലൻ. ഓക്കെ, പിന്നെ ഇതെന്തൊക്കെ നിൽക്കുക വലിയ പിടുത്തല്ല. പിന്നെ ഈ സെറ്റിങ്സിൽ നമുക്കിതാ ഇന്ന് ഹാർഡാക്കിയിട്ടോ. ഏതാണെന്നൊന്നും അറിയില്ല, ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ മറ്റേതാ ഇട്ടിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സ് വേണ്ട, ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. ഓക്കെ, ഈ ടാപ്പ് നമുക്ക് എടുത്തേക്കാം. എന്താണെന്ന് അറിയില്ല. അവിടെ പ്ലെയർ നെയിം കാണിക്കട്ടല്ലോ. ആര് കേഷ്? ഈ വേൾഡൊരു സിംഗിൾ പ്ലെയർ വേൾഡാണ്. ഞാൻ എഡിറ്റർ വിഷ്ണു, ഇത് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഓ, പേടിച്ച് എന്തൊരു നോട്ടീസ് വന്നിട്ടാണ് ഞാൻ പേടിച്ച്. എന്താണിത് വെച്ചിട്ട്? ഓ, പേടിച്ചു പോയി. എന്തത്? I see you. You won't hide from me. അമ്മേ, എന്തോ ഇതിനെ പോയി ചൊറങ്ങി തോന്നി. അയ്യോ, എല്ലായിടത്തും ആക്കാനി. എപ്പിസോഡ് തുടങ്ങിയില്ല, അതിനുള്ളിൽ തന്നെ ആൾക്കാരെ വളഞ്ഞു. ഞാൻ കണ്ടില്ല. ഈ സാധനക്ക് വേണ്ട, ഈ സാധനക്ക് വേണ്ട. കേസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടി മാറിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റേ ഫുഡ് കളക്ട് ചെയ്യാം. നമ്മളിതാ ഒരു ഏകദേശം 4 ഹൊറർ മൂഡ് ഇട്ടിട്ടുണ്ട്. 4 ഹൊറർ മൂഡിൽ ഉള്ള ഒന്നാണ് മറ്റേ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു എന്താ നാലിലേക്ക് അങ്ങനെ പറഞ്ഞതല്ല, ഒരു എൻഡർമാൻ്റെ പോലത്തൊരു സാധനം. പിന്നെ ഒരു കറുപ്പുള്ളൊരു സാധനം കണ്ടില്ലേ, അതും രണ്ടാമത്തെ സിഗ്നൽ 1, 2 രണ്ടര ഞാൻ ഇപ്പോൾ മൂഡ് ബാക്ക് പറഞ്ഞു. ഇനിയൊന്നും നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒന്ന്, അത് വേറൊന്ന്. പിന്നെ ഒരെണ്ണം ഞാൻ അതിട്ട് കണ്ടിട്ടില്ല, എപ്പോഴേക്ക് വരും അത്. ആ ഒരു ഹൊറർ മൂഡിൽ ഏകദേശം 4-5 എണ്ണം ഉണ്ട്. കാരണം ഒരു മറ്റേ ആഡോണിൽ കുറേ എണ്ണം അങ്ങനെ. ഓക്കെ, നമുക്ക് മരക്കൊണ്ട് വെട്ടിയേക്കാം. കുറേ ഉണ്ടല്ലോ ഇത്. ഓക്കെ, നമുക്കിത് കൊണ്ട് എടുത്തേക്കാം. ഓക്കെ, നമുക്ക് പകുതി എടുത്തായി. നമുക്ക് തോന്നും നിർക്കണ്ട. ഓക്കെ, കുറച്ചെടുത്താൽ മതി. എല്ലാ സാധനവും കുറച്ച് കളക്ട് ചെയ്താൽ മതി. പിന്നെ മറ്റേതാ ഈ ഒരു ഫോഗി എഫക്റ്റ് കണ്ടില്ലേ, ഇതൊരു വേറെ ഷെയ്ഡർ പാക്കാണ്. ഇത് ഹൊററിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് പേടിപ്പിടിക്കുന്ന പോലെ, പേടിപ്പെടുത്തണ പോലെ ആയിട്ട്. എൻ്റെ കാലടിയിലൊരു സാധനം ഉണ്ടാ, നെയിം ടാഗ് പോലെ. അപ്പോൾ ഇവിടെ ആ 3 എണ്ണം വന്ന് നിൽക്കുന്നുണ്ട് ഓൾറെഡി ഏതൊരു കേവിൻ്റെ ഉള്ളിൽ. ഒരു മിനിറ്റ്, ഞാൻ ഈ ഒരു പ്ലെയർ നെയിം എന്നുള്ള ഈ ഒരു സംഭവം ഒന്ന് ഓഫാക്കിയിട്ട് വരാം കേട്ടോ. കാരണം മാപ്സിൻ്റെ ആ ഒരു ഇതിൻ്റെ സാധനത്തിൻ്റെ ഒക്കെ ഇത് കാണിക്കുന്നുണ്ട്, നെയിം ടാഗ് പോലത്തെ സംഭവം കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ഓടിപ്പോയിട്ട് ഓഫാക്കിയിട്ട് തരാം. ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട്. എന്തോ ഒരു സൗണ്ട് കേട്ടിപ്പോൾ. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്നല്ലോ, അപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു വേണ്ടതിൽ ഇട്ടത്ര അധികമായിട്ട് ഹൊറർ മൂഡ് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു ഒരെണ്ണം ഇട്ടിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കുറേ എണ്ണം ആയതുകൊണ്ടേക്ക് എവിടെ നിന്നൊക്കെ പണി വരുമെന്ന് അറിയില്ല. ഇതൊട്ട് പേടിയായിട്ട് കഴിയുക. നമുക്കൊരു കാര്യം ചെയ്താൽ സാൻഡ് വേണ്ട, സാൻഡ് പൊട്ടിച്ച ചിലപ്പോൾ ഓരോ കൊണ്ട് ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് പൊട്ടിച്ച് ഞാൻ താഴത്തേക്ക് ആടും. നമുക്കൊരു കാര്യം ചെയ്യാം, സൈഡിൽ കൂടെ കഴിഞ്ഞിട്ട് ഒരു വില്ലേജോ എന്തെങ്കിലുമൊക്കെ കിട്ടും നോക്കാം. അപ്പം നമുക്ക് അയ്യോ പേടിച്ചാണ്. എല്ലാത്തിനും കണ്ട് പേടിക്കില്ലേ വിഷ്ണു?
ഈ ഒരു പശുവിനെ കണ്ടിട്ട് ഞാൻ പേടിച്ച്. നമുക്ക് ഫുഡൊന്നും ഇല്ല. എവിടെ പശു? അങ്ങനെ പോയിട്ടൊന്ന് തച്ചൊന്നേക്കാം. അടി ഫുഡൊന്നും ഇല്ലേ? ഓക്കെ. ഒന്നുകൂടി പേടിച്ചു ഞാൻ. കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് പറ്റും. നമുക്കൊന്ന് കൊന്നേക്കാം. നമുക്ക് ബെഡ് ഉണ്ടാക്കിയിട്ട് കഴിയേക്കാട്ടാ. ഞാനിന്ന് വീഡിയോ ഒന്ന് ഇറങ്ങി കയറിയിട്ടില്ല. പക്ഷേ വീഡിയോ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിന് നമുക്കൊന്ന് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് സോഡ് ഇട്ട് നമുക്കൊന്ന് ബേസിക്കായിട്ട് സംഭവം ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്കൊന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് ബേസിക്കായിട്ടുള്ള സ്റ്റഫൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് വന്നിട്ട് സ്റ്റിക്ക്, പിന്നെ വന്നിട്ട് സോഡ്, പിന്നെ ഒരു പിക്കാക്സ് മാത്രം മതി. മാത്രം ഇപ്പോഴേക്ക് മതിയാവും. ഓക്കെ, ഇനി നമുക്കിതാ കുറച്ച് ആട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് എന്താ സൗണ്ട്. ഓക്കെ, ആടിനൊക്കെ കൊന്നേക്കാം. കണ്ടോട്ടോ, ഇതിനൊക്കെ കൊല്ലാം നമുക്ക്. ഓക്കെ, ഇനി 3 കൂടി, ശരി 2 കൂടി ആക്കി ഞാൻ ബെഡ് ഉണ്ടാക്കാനുള്ളതായി. അതൊരു ആട്. ഫുഡ് നമുക്ക് കുറേ ഫുഡ് വേണം. നമുക്ക് വന്നിട്ട് എത്ര ഫുഡ് വേണം വയ്ക്കാൻ അറിയില്ല. നമുക്ക് ജസ്റ്റ് പില്ലർ ചെയ്ത് മേലെ കയറിക്കാം. ഫുള്ളി നമ്മൾ പില്ലർ ചെയ്തിട്ട് മേലെ കയറിക്കേണ്ടി വരും. ലാസ്റ്റ് താഴെട്ടാ. ഇനി ഇനി കൊല്ലാൻ പോകണ്ട, കാരണം ഇതിൽ ആട് പ്രായം കൂടി വരും. അതൊക്കെ ചെറിയൊരു പേടി. അതായത് മാപ്സിനെ എല്ലാത്തിനും കാണുമ്പോൾ ഒരു പേടി, പെട്ടെന്നൊരു മനസ്സിനുള്ളിലൊരു ചെറുക്കാവില്ല. ഓക്കെ, നമുക്ക് എന്നിട്ട് പിഗ് സീനാണ് കേട്ടോ. നമുക്ക് പിഗിൻ്റെ അടുത്ത് പോകണ്ട, കാരണം പിഗിൽ അമ്മയെ അറ്റാക്ക് വന്നെ പിക്കി. ഞാൻ പോട്ടെ, ഞാൻ ഈ ചെടി കൂടെ പോവാ. ഞാൻ പാവം വഴി പോക്കാനാണ്. അവിടെ ഫുള്ള് പിഗ്. ഞാൻ എന്താ ചെയ്യുക? ഇപ്പോഴും നേരെ ഓടിപ്പോകട്ടാ. നമുക്കൊരു ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ബെഡ് ഉണ്ടാക്കിയേക്കാം. ബേസിക് ബെഡ് നിന്ന് ആകെ ഭയങ്കര ഇഷ്ടമൊരു ബെഡ് ഉണ്ട്. നോ കളിക്കാൻ നോക്കല്ലേട്ടാ, എനിക്ക് പേടിയാണ്. എന്തോന്ന് പേരുണ്ട്, എന്തോ വലിയ പണി കിട്ടാനുള്ള. ഞാൻ ഓടത്തോടുന്ന് നോ അയ്യോ, എൻ്റെതാ പേടിപ്പിച്ച് കൊല്ലരേ. ഞാനൊന്ന് ഇത് 1ാമത് രാത്രി തൊട്ട് നമ്മൾ വീഡിയോ എടുക്കണത്. അത് മാത്രമല്ലാണ്ട് ഇതുവരെ ഇന്നൊരു ഇതാവും ഞാൻ. നല്ല ലാഗുണ്ടല്ലോ, എന്തോന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ചങ്ക് കുറച്ചിട്ടാ. നമ്മളതാ ഇന്ന് രാത്രിയായി. നമ്മൾ പറഞ്ഞോടത്തൊക്കെ എത്തിയിട്ടുണ്ട് തിരിച്ച്. ഓക്കെ, ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രാത്രി ഇതാവണ്. കേസ് കണ്ടങ്ങള് ഒരു സാധനം നിൽക്കണണ്ട. ഓ മൈ ഗോഡ്, ഒരു കാര്യം ചെയ്യട്ടാ, പെട്ടെന്ന് പില്ലറിൽ മേലക്കറി പോവാ. പെട്ടെന്ന് കേവിന് വിളിക്കാൻ പോണത്, നമ്മൾ കുഴിച്ച് താഴേക്ക് പോണത് നല്ല വഴിയല്ല. കാരണം കുഴിച്ച ആ കുഴിയുള്ളിലുണ്ടാവും. എത്ര മതിയാവും തോന്നുന്നു കേട്ടാ. ഓൾറെഡി ഇട്ടായി ഗൈസ്. പേടിയിട്ട് ഗൈസ്. ഓൾറെഡി അവിടെ ഒരുത്തരുണ്ട് കണ്ട. അതും ഹാർഡ് കോർ വേൾഡ്. ഞാട്ട് കോപ്പിൾ സ്റ്റോൺ ഇടയ്ക്ക് എടുത്തിട്ടില്ല. എനിക്കെൻ്റെ ഫുഡും വേണം. തൽക്കാലം തിന്നാം. ഗൈസ് ഒരു സൗണ്ടും ഇല്ല. പക്ഷെ അവിടെ ആളുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ഗൈസ്, ഞാനാണ് എഡിറ്റർ വിഷ്ണു. ഇന്നത്തെ രാത്രി ഒന്നും ഉണ്ടായിട്ടില്ല. അത് കാരണം നമുക്ക് എന്നിട്ട് രാവിലെ ആയിട്ട് കാണാം. ഒന്നും വിഷയമുള്ള കാര്യമില്ല, ഉറങ്ങാൻ പറ്റും. പിന്നെ കുടിച്ചെടുത്ത് കേട്ടോ.
ഇതും പോയില്ലേ? ഇവിടെ തൊട്ടോ അവൻ കാരണം തോന്നുന്നു കേട്ടോ ഈ സൗണ്ട് കേൾക്കണേ. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കോപ്പിൾ സ്റ്റോൺ കാണാം. കാരണം നമുക്ക് ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ കോപ്പിൾ സ്റ്റോൺ വേണം. എൻ്റെ ഈ ഒരു ഞാൻ എത്ര നേരമായിട്ട് എനിക്ക് കണ്ടില്ല. ഇവിടെ നോക്ക്, ഒരുത്തം വള്ളത്തിൻ്റെ അടിയിലിരിക്കണ്. എടുത്തോട്ട് കാണിച്ചു കേട്ടാ. എൻ്റെ പൊന്നോ, ഞാൻ വിചാരിച്ചു എവിടുന്ന് സൗണ്ട് കേൾക്കണെന്ന്. അപ്പോൾ നമ്മൾ കപ്പലിൽ പോയാലേ നമുക്ക് ബോട്ടിൽ പോയാലേ നമുക്ക് അടിയിട്ടു, മഞ്ച് ഇതൊക്കെ താഴത്ത് പോയാലും അടിയിട്ടു ഉറപ്പാ. ഇതാരാണ്? കണ്ടിട്ടത്ര കാണാനത്ര ലുക്കൊന്നുമില്ല. നോക്കിയോട്ടെ പോയിട്ട് അതിൻ്റെ അണ്ണാക്കി പോയി കയറി കൊടുക്കണ്ട, പതുക്കൊന്ന് പോയേക്കാം. കണ്ട അതാണ് ആള്. വള്ളത്തിൽ കറങ്ങാൻ താല്പര്യമില്ല. പിന്നെന്താ ഈ സാൻഡ് വെള്ളത്തിൽ നിങ്ങൾ ചുറ്റി പോകട്ടെ. കാരണം ഒരുപാട് പേടിപ്പിച്ച് ഇതാ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോവാ. വെള്ളത്തിറങ്ങി അടിച്ച് ചെന്ന് പാട്ടൊക്കെ ഉണ്ട്. അവിടെ ഒരുത്തുണ്ട്, അവൻ്റെ കണ്ണിൽ കാണണ്ട. എത്ര മൂട് പോയി കിട്ടുന്നുണ്ട് നിൽക്കുന്നറിയില്ല. ഓക്ക് ഫോറസ്റ്റ് കൂടെ പോണത് അത്ര നല്ല സേഫാണ്. നമുക്ക് ചെയ്ത് ഓക്ക് ഫോറസ്റ്റ് തന്നെയല്ലേ, എന്ത് ഫോറസ്റ്റ് ആയാലും വേണ്ടില്ല. ഇവിടെ ഒക്കെ തന്നെ എന്ത് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇറങ്ങാൻ പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, വെള്ളത്തിൽ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പോയി എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നാണ് കേൾക്കണേ, വെള്ളത്തിൽ നിന്നല്ല. ഓ നിന്റെ പടച്ചാലിൻ്റെ കാത്തിരി വെച്ചോളി. അയ്യോ ഇതാ പൊടിയായി. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് ഇതുവരെയായിട്ടും നമ്മളങ്ങനെ കൊല്ലാനൊന്നും വന്നിട്ടില്ല. ഇതുവരെയായിട്ട് കുറേ പേരെ നമ്മൾ കണ്ട്, പക്ഷേ ആരെയും നമ്മൾ കൊല്ലാൻ വന്നിട്ടില്ല. അത് നല്ല കാര്യം. കാരണം അതേപോലെ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ആയിരിക്കും ഞാൻ പറഞ്ഞ് നടക്കാനെന്നല്ലാതെ ഒരു മറ്റേ ഫർണസ് ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. പിഗിനോട് താല്പര്യമില്ല. ഓക്കെ, കേവിനെ വിളിക്കാൻ ഇറങ്ങില്ല. പുറത്തെവിടെയെങ്കിലും സ്റ്റോണി എടുക്കുക. പുറത്തില്ലെങ്കിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവും പുറത്ത് സ്റ്റോണൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോണും കാണാനില്ല. ഇവിടെ കുറച്ച് ഗ്രാവൽ പാച്ച് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാവുമോ? ഇല്ല കേട്ടോ, അവിടെ ഇല്ല. ഓക്ക് ഫോറസ്റ്റ്. ഒരു നല്ല സ്ഥലം കിട്ടി. സന്തോഷമായി. ഇവിടെ നമ്മൾ എവിടെ നിന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ സൈഡിലൊക്കെ കാണണം കോപ്പിൾ സ്റ്റോൺ. ഇവിടെ കോപ്പിൾ സ്റ്റോൺ ഉണ്ട്. എനിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പിടിച്ചൊരു പേടി. നമുക്ക് തുമ്പത്തൊക്കെ എടുത്തിട്ട് പോവാം. അങ്ങോട്ട് പോവാൻ ചെറിയൊരു പേടി. ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെ തന്നെ അങ്ങോട്ട് കൈ എത്തിച്ചതൊക്കെ മഞ്ചെത്തിട്ട് ഒറ്റ ഓടൽ, എന്നിട്ട് ഒറ്റ എടുക്കുക. ഓക്കെ, ഇപ്പം അത് ഈ സൈഡിലേക്ക് ചാടിയിട്ട് ഒക്കെ എടുത്ത് അങ്ങോട്ട് കൂടെ. അയ്യോ പേടിയിട്ടോ, ധൈര്യക്കുറവുകൊണ്ടല്ലേ, പേടിച്ചിട്ടാ. ഓക്കെ, ഇതൊക്കെ ഉണ്ട് എടുത്തേക്കാം. ഇവിടെ നിന്ന് കുറച്ചും കൂടി കോപ്പിൾ സ്റ്റോൺ നടത്തി പോകാൻ ആവശ്യമുള്ളത്. കുറച്ച് ടൂൾസ് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഒരു നടക്കാൻ പോലത്തെ സൗണ്ട് കിട്ടിയതിന് ഇതൊക്കെ തോന്നിയതായിരിക്കും. ഓക്കെ, ആവശ്യത്തോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൈൻക്രാഫ്റ്റിൽ ചെറിയൊരു എല്ലടക്കം അല്ലെങ്കിൽ പോലും എനിക്കൊരു പേടിയാണ്.
കാരണം നമ്മൾ വന്നിട്ട് ഇതാ ഈ ഇങ്ങനെ ടെക്സ്ചർ പാക്ക് ഉണ്ടല്ലോ, ഈ ഒരു ടെക്സ്ചർ പാക്ക് എന്ന് പറയുന്നത് ടെക്സ്ചർ ഉണ്ടല്ലോ, ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഇല വീണ ടെക്സ്ചർ, അതൊക്കെ കാണുമ്പോൾ എന്തോ വന്നിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ്. പ്രശ്നമൊന്നുമില്ല, നമുക്കിത് നല്ല സ്ഥലം കണ്ടുപിടിക്കണം, ഒരു ഫ്ലാറ്റായിട്ടുള്ള ഏരിയ. അപ്പോൾ നമുക്ക് വന്നിട്ട് എന്തായാലും നമുക്ക് വീട് ഇട്ടിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മളപ്പോൾ അതിൽ തന്നെ ചാവും ഉറപ്പാണ്. എന്നാലും എന്നെക്കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഫ്ലാറ്റ് ഏരിയ കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് പോയാൽ മതിയായിരിക്കും തോന്നുന്നു. നേരെ പോവാം, നമുക്ക് ഫ്ലാറ്റ് ഏരിയ കിട്ടും എന്തായാലും ഉറപ്പായിട്ടും. നമുക്ക് അവിടെ ഒരു ഏകദേശം പറഞ്ഞ പോലെ കിട്ടിയല്ലോ, ഫ്ലാറ്റ് ഏരിയ കിട്ടി. ഇത് ഇതിൻ്റെ ലെക്കാണോ അതോ വേറെന്തെങ്കിലാണാവോ? സവാന ഭയം ഉണ്ട് അടുത്ത്. അപ്പോൾ ഈ സ്ഥലം തന്നെ നമുക്ക് അതാ ഈ സ്ഥലം അത് മതി. ഇവിടെ നമുക്കിനി സൗണ്ട് ഒരുപാട് ഉണ്ടാവും, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് വീടല്ല, ജസ്റ്റ് ഒരു കാണുന്ന പോലത്തെ ഒരു ഏരിയ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇത് അവിടെ എല്ലാം മത്തങ്ങ ഉണ്ടല്ലോ, അപ്പോൾ വില്ലേജ് ഉണ്ടാവും. ഒന്ന് കയറി നോക്കി നോക്കാം. മത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വില്ലേജ് എന്തായാലും ഉണ്ടാവും. നമുക്ക് നോക്കി വരട്ടാ. അങ്ങനെ കുറച്ച് ആംബുലൻസ് എടുക്കാറുണ്ട്. ഇവിടെയൊന്നുമില്ല. അവിടെ ഉണ്ടല്ലോ മൊത്തം. അയ്യോ, നമ്മൾ വില്ലേജ് തിരിഞ്ഞ് പോകണ്ട, പറഞ്ഞ വില്ലേജിൽ പോയിട്ട് എന്തിനാ, നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് കൊണ്ട് എടുക്കാം. രാത്രിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് നടക്കുന്ന നോക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ വീഡിയോ നോക്കി എൻ്റെ പൊന്നു കേട്ടല്ലേ. ഞാൻ ഈ ഹാർഡ് കോറിൽ എപ്പോഴും ഞാൻ ഈ സോമരോഗ നടി കിട്ടിയിട്ടോ ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ടോ അങ്ങനെയൊന്നും ചാവാറില്ല. ഞാൻ ചാടിയിട്ട് ഫോൾ ഡാമേജ് കാരണം ചാവാറ്. വലിയ ഹങ്കർ കഴിക്ക് തീരെ കുറവട്ടാ, നല്ല കുറവുണ്ട്. ഹങ്കർ കുറവ് താഴത്ത് പോകണം. ഇതിലൊക്കെ ഫുഡ് കഴിക്കണം. എൻ്റെ അടുത്ത് ഫർണസ് ഉണ്ടാക്കാൻ മറന്നു. മതി പോടാനുള്ള ഇത് മതി. നമ്മൾ എവിടെ നിന്നകത്ത് സ്ഥലം നോക്കി വെച്ച് ഞാൻ മറന്നു. ഇവിടെ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റാക്കാം. വീടുണ്ടാക്കണം. ഞാൻ ജസ്റ്റ് ഒരു മേലെ ഇടക്കിടക്ക് വന്ന് പേടിപ്പിക്കലടാ വയ്യറാ. ഞാൻ ഈ സാധനം ഉണ്ടാക്കട്ടെ, ആയിട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ നമുക്ക് എന്നിട്ട് ഇവിടെ ഒരു മേലക്ക് കയറാനുള്ള പോലത്തെ സാധനം ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിന് മുന്നേക്ക് ഫുഡ് തീരെ ഇല്ല കേട്ടോ. അതിന് വെക്കട്ടെ. ഇനിയൊരു ഒന്നുകൂടി ഉണ്ടാക്കണം. പിന്നെ ഒട്ടില്ല. പെട്ടെന്ന് പേടിപ്പിക്കണ്ട. ഇതൊന്ന് പൊട്ടിച്ചേക്കാം. നല്ല ലാഗ് ഉണ്ട് കേട്ടോ. ഈ സാധനം എടുത്തൊക്കെ വരുമ്പോൾ ലാഗ് ലേശം വരും. ചങ്ക് കുറച്ചിട്ട് ഇത് കുറച്ചിട്ട് എന്നിട്ടും ഈ ലാഗ് കൂടുതൽ തന്നെ. പൊട്ടി സ്ഥലം എടുത്തേക്കാം. രാത്രി ആവുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം ചെയ്തോ. ഇതൊരു കാര്യം ചെയ്തു തൊക്കെ എടുത്തുക്കോ. ഓക്കെ, വീടൊന്നും കെട്ടാൻ നിൽക്കണില്ല, സമയമില്ല. ആ സാധനം ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കുന്ന സമയമില്ല. പില്ലർ ചെയ്യുക, മേലെ കയറുക. മതിയാവില്ലേ? ഞാൻ ഉറക്കിന് പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് മതി. ഒന്നുകൂടി മതി. ഇതാ ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല. ഈ സൗണ്ട് ചെയ്യാൻ അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങി, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ, കൊണ്ട് വെച്ചേക്കാം.
പിഗ്ഗുകൾ നമുക്ക് കുറച്ച് വഴിയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്യാൻ പോണ്. ഓക്കെ, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ ക്രാഫ്റ്റിൻ്റെ കൂടെ എൻ്റെ ഫർണസ് കൂടെ ഇവിടെ വെച്ചേരി എടുത്തേക്ക. സൗണ്ട് എഫക്റ്റാണ് ഇത്തിരി ലേശം കൂടുതൽ പേടിപ്പിക്കുന്നത്. ഇതാ സ്മോക്കർ ഇവിടെ, പിന്നെ ഇതാ കുറച്ച് വുഡ് നമുക്ക് കുറച്ച്. ഓ സോറി, ആൾ മാറിപ്പോയി. അയ്യോ എൻ്റെ അടുത്ത് എത്തില്ലല്ലോ പ്ലാങ്ക് അവിടെ. ഇത് കിട്ടിയില്ല ഞാനിപ്പോൾ. അപ്പോൾ ഒറ്റ ടോർച്ച് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. ഓക്കേ. ഓ എൻഡർമേനെ ഇവന്മാരൊന്നും ഒട്ടും കുഴപ്പമില്ല. ഇത് കുറച്ച് പാതി വയ്ക്കുക. വെളിച്ചം വെട്ടം വേണേ. ഇതല്ലേ ഒന്നോ ഒരാട് തൊള്ള വിളിച്ചു തോന്നുന്നുണ്ടാ. അയ്യോ ഞാൻ ആടിനടിക്ക് എത്ര പേടിച്ച്. കുട്ടിച്ചേർക്കും പേടിച്ച്. പിന്നെ എന്തിനൊക്കെ ഒന്ന് വാച്ച് ചെയ്യണ്ട നമുക്ക്. ഇത് മുന്നിലും ബാക്കിലെ കാലിലുണ്ടോ? ഇല്ലല്ലോ. ഓ നോക്ക്, ആ ഒരു മൂന്നിൻ്റെ ഒരു വെളിച്ചം എന്താ അല്ലേ. രണ്ട് പൊട്ടന്മാരായി. ഓ അങ്ങനെ കാട്ടിക്കുന്നു അതില്ലെങ്കിൽ. അപ്പം എൻ്റെ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ചത്. ഈ TV പോലും നേരം പോലെ അറിയില്ല. അവിടെ ലാവുണ്ടാ? അവിടെ മാത്രമേ വെളിച്ചം. അതൊക്കെയാണ് മാറി കേട്ടെ. ഓ ഞാൻ പേടിച്ച് എന്ത് കാണണം വെച്ചിട്ട്. ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇപ്പോഴും ഇതൊന്നും മാറ്റിയെടുത്ത്. ഓക്കെ, ഞാൻ ഫുഡിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ടോർച്ചുണ്ടാക്കിയ ഇത് അതന്നെ ഓഫ്ലൈൻ ടോർച്ചായി. ആ സ്പൈഡറും പേടിച്ചായി. ആരും പേടിക്കണ്ട. വേറെ സ്പൈഡറിനെ കൊണ്ട് കയറി വരാൻ പറ്റും. ഗ്യാസും പേടിയാണ് കേട്ടാ. പോയിക്കിടുന്നു. പെട്ടെന്ന് വെപ്പുണ്ടാകണം. പെട്ടെന്ന് ചോറുണ്ടാക്കിയേ. സ്വാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇവന്മാരൊന്നും അത്ര വലിയ പേടിക്കുന്ന ആൾക്കാരൊന്നുമില്ല. പിന്നെ അവന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവന്മാർ ഹൈറ്റിലാണുള്ളത്. ഒരുത്തുണ്ട്, ഇവന്മാരൊന്നല്ല, വേറൊരുത്തുണ്ട്. അവനാണ് വരുന്നുണ്ട്. അവൻ വന്ന ഈ ബ്ലോക്കൊന്നും അവർക്ക് സുഖമായിട്ട് അവൻ പൊട്ടിച്ചിട്ട് മേലെ കയറിയത്. അവൻ വരാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് ഡേയിൽ തന്നെ ചാവയ്ക്ക് വയ്യ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് അത് ഞാൻ പറയുക. ഫസ്റ്റ് എടുത്തോളത്തിന് ചാവയ്ക്ക് വയ്യ. എന്തായാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, ഉറപ്പായി. ഒരു എക്സ് ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെ മാറ്റിച്ചേ. ഭയങ്കര സൗണ്ട് കേട്ടോ. ഇത് ഞാൻ ചീര കാണാൻ രസമുണ്ട്. അവിടെ കൂടെ പോകണം നോക്കണം. ഓ ഗീസ് വേറെത്തെ വന്നിട്ടുണ്ട്. ഇതാക്ക് പൊപ്പിട്ടെടുത്തെ. ഓ കേട്ടോ എന്താ എന്തോന്ന് വന്ന് ഗീസ്. അവിടെയുള്ള സോംബീസൊക്കെ ചത്തിട്ടുണ്ടല്ലോ. ഏതാ സ്പൈഡറാണല്ലേ. എന്തോ ഒന്നിപ്പോൾ വന്നിട്ടുണ്ട്.
അവൻ സിനിമ തന്നെ നോക്കിക്കണോ കണ്ണോണ്ട് നോക്കണോന്ന് കേറി വരുമോന് എല്ലാവരും അടി നിന്നോണ്ടിട്ട് അങ്ങനെ പൊട്ടന്മാരെ പോലെ മറ്റൊരുത്തം വരണവരേക്ക് ഒരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് തിളങ്ങുന്ന കേസ് ആ അയ്യോ അത് കറക്റ്റക്കാരനാ അത് കയറി വരുമുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ലാഡർ വെക്കാത്തത് എത്ര നന്നായി ഞാൻ ലാഡറൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വിട്ടുവെച്ചിട്ടുണ്ടാവും ലാഡറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി അപ്പം തീർന്നുണ്ടാവും ഉറപ്പാ കയറി നടിച്ചിരിക്കും ഒരു വിസിൽ കേൾക്കണ്ടല്ലോ ആ കേസ് ഒരു വിസിൽ കേൾക്കുന്നുണ്ട് ചെറുതായിട്ട് കേൾക്കണുള്ളൂ നിങ്ങൾക്ക് കേൾക്കണ്ടാവില്ല ആ ഒരു ചെറുതായിട്ട് അതൊക്കെ വേറത്തെ ഒരു വില്ലേജർ അവിടെ വെക്കണ് അതും നേരത്തെ മതി ഒരു വില്ലേജർ പോലത്തെ അതിനാണ് അതും രണ്ടാമത്തെ തൊട്ട് ഇവിടെ സ്പോൺ ആയിക്കുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അടിയിൽ ആകാരൊക്കെ ഉണ്ട് ആരും അടിയിലില്ല എവിടേക്ക് പോയിക്കണ് നിന്റെ കയ്യിൽ എന്തുണ്ടല്ലോ ഓ കത്തി പിടിച്ച് നടക്കാവേ വാ അവൻ സൗണ്ട് എഫക്റ്റ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് സൗണ്ട് ഒന്നും പേടില്ല ആ നേരത്തെ ഉള്ള ഡേഞ്ചർ വേറത്തെ ഡേഞ്ചർ അമ്മോ പ്രശ്നവും തോന്നി പറഞ്ഞ് ഒളിച്ചിരിക്കാം കണ്ട നമ്മളെ ഇല്ല കണ്ടിട്ടില്ല കാണാനില്ലല്ലോ ഞാൻ മേടിച്ച് അപ്പം 2 പേരായി ചിരിച്ചിട്ട് അയ്യോ 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 അടിച്ച് അടിച്ച് ഗൈസ് ആ സ്കെൽട്ടറൊക്കെ ഉണ്ട് ഞാനത്തെ വല്ലാതെ ഇപ്പോൾ താത്തയാടിയനെ ഓ ഓ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണ്ട കേട്ടാ എനിക്ക് അത്ര കൊല്ലം ഇതായിരുന്നില്ല താഴത്തിറങ്ങിയാൽ എന്താ ഞാൻ മരിക്കും ഈ വിസിലടി കേക്കിലൂടെ കുറേ നേരമായിട്ട് അതാ മറ്റൊരാണാണാവോ മറ്റൻ വരുമ്പോൾ വിസിലടിക്കൽ കേൾക്കും അവനേക്ക് പേടില്ല ഇവന്മാരോടൊന്നും ഇപ്പോൾ എത്ര പേടിയില്ല നേരെ വെളുക്കറേസ് സമാധാനം നേരെ വെളുത്തവർ പോകുന്നറിയില്ല എന്നാലും എനിക്ക് സമാധാനം ഉണ്ട് ഇത്തിരി ഒന്നുമില്ല ഞാനും ഓട്ടോ ഓടും ഗേസ് വേൾഡിൽ നിന്ന് പുറത്താക്കി കേസ് കുഴപ്പമില്ല എന്തോ ഒന്ന് വലിയ സാധനം വന്നതാണ് പിന്നെ എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ട മൂടിൽ എന്തോ വലിയൊരു ഏതൊരു മാവിന് വന്നിട്ട് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അത് കാരണമാണ് അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കളി കയറാം ഞാൻ എൻ്റെ വേൾഡ് എടുക്കാൻ പറ്റും നോക്കട്ടെ വരാട്ടാ നമ്മൾ വന്നിട്ടുണ്ട് അവിടെ വേൾഡ് നമുക്ക് തിരിച്ചിട്ട് നേരെ വെളുക്കാറായിട്ട് നേരെ വെളുത്തോണ്ടിരിക്കണ് ഇവന്മാർ ഇപ്പോഴും താഴത്തൊന്നും പോയിട്ടില്ല ലൈസ് അവർ പോയി ഇത് പല ചെല്ലിങ്ങനെ നമ്മൾ പെട്ട് ഓടി നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ തീരുമാനമായി ഉറപ്പാ അതൊന്നും ഇറങ്ങി എന്ത് ഞാൻ ചാവും ഉറപ്പാ മാരെ കൊല്ലാൻ പറ്റുമോ നമ്മൾ എന്തൊക്കെ ചെയ്യും
കുഴപ്പമില്ല ഗൈസ്. വിഷയമില്ല ഗൈസ്. സോംബീസ് തന്നെയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ വന്ന് മെസ്സേജൊക്കെ വന്ന്. ഇത് ഡേഞ്ചറാ? ഡേഞ്ചറാണോ? വേറൊരുത്തും പോയി വേറൊരുത്തും വന്നു. ഡേഞ്ചറല്ലോ. 3 പേര് അടുത്തനുണ്ടാ? എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും എന്നെ കൂടെ താഴത്ത് കയറാൻ പറ്റില്ല. പെട്ട് നല്ല പെടല് പെട്ട്. എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ചിൻ്റെ ധീരത പുല്ലെടുത്തിട്ടുണ്ട് ഓടിയാലോ. പക്ഷേ എനിക്ക് ചീരിൽ വെക്കുമ്പോൾ ഓടാൻ തോന്നുന്നില്ലേ? പേടിച്ച് കൊടുത്തിട്ട് മുന്നിൽ പോയി. അയ്യോ എന്ത് ചെയ്യുന്നല്ലോ. താഴത്തിറങ്ങിയ പണി തീർന്നു. താഴത്തിറങ്ങുക. കാത്ത് പോയാ അമ്പരുന്നു. ഇങ്ങനെ ഓടാൻ പോയ കേസ് ഞാൻ ഇതിൽ തൊട്ടാലും വലിയ പ്രശ്നം വരുന്നില്ല. ഓൾറെഡി വീഡിയോയിൽ കുറേ ലോങ്ങായിട്ടുണ്ട്. ഇങ്ങനെ ഓടാൻ പോണ കേസ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ വേറൊരു വേൾഡിൽ കൂടി വരാം. പഠിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റോട്ടം നെക്സ്റ്റ് വേൾഡിലേക്ക് വരയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ? അയ്യോ ഇനിയും കുറേ പേര് കാണാനുണ്ടായിരുന്നു. നിൽക്കുന്നുണ്ട്. അപ്പം എന്ത് ശാന്തസ്വരൂപമാരായിട്ട് നിൽക്കുന്നു. കേസാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് ഓർഡർ വേണോ അതോ വേറെ ഏതെങ്കിലും മൂഡ് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബെറ്റർ മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ ശേഷം മൊത്തം ഞാൻ ഈ ഹാർഡ് കോർ വേൾഡ് അങ്ങനത്തെ സർവൈവൽ ചെയ്യുന്ന പോലത്തെ വീഡിയോകൾ വെച്ചിട്ടിരുന്നത്. ഓക്കെ, നമുക്ക് വന്നിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലിട്ട് കാണാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ശരി എന്നാൽ.